Hi all, welcome to KS Mentor. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISRO മിഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായിരിക്കും ISRO മിഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള PSCയുടെ ഇപ്പോൾ ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാംസിന് PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് ISRO എന്ന് പറയുന്നത്. ISRO ആൻഡ് ISRO മിഷൻസ് നമുക്ക് കഴിഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഫേസ് പ്രിലിംസിനും ചോദിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ISROയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 മിഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ISROയുടെ ലേറ്റസ്റ്റ് മിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 എണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻസാറ്റ് 3DS, രണ്ടാമത്തത് എക്സ്പോസാറ്റ്, മൂന്നാമത്തത് ആദിത്യ L1, ദെൻ ചന്ദ്രയാൻ 3, പിന്നെ NVS-01. അപ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് ഇവിടെ മുതൽ ഇങ്ങനെയാണ് ISRO ഈ മിഷൻസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് മിഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇൻസാറ്റ് 3DS ആണ്. അപ്പോൾ ഇൻസാറ്റ് 3DSൻ്റെ പിക്ചറാണിത്. അപ്പോൾ ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവോ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന്? നമ്മുടെ ക്ലൈമറ്റ് ആൻഡ് വെതറിനെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ഈ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ഒരു മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫോളോ ഓൺ മിഷനാണ്. 3rd ജനറേഷൻ സാറ്റലൈറ്റിൻ്റെ ഒരു ഫോളോ ഓൺ മിഷനാണ്. ഇത് ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് 17th February 2024 ഈ ഇൻസാറ്റ് 3DS എന്ന് പറഞ്ഞ ഈ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. ഈ ലോഞ്ച് വെഹിക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. GSLV F-14 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിളിലാണ് ഇൻസാറ്റ് 3DS ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് വരുന്ന PSC ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഈ ലോഞ്ച് വെഹിക്കിൾസ് ചോദിക്കാറുണ്ട്. അതുപോലെ സ്റ്റാറ്റിക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഡേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ മേ ബി ഡേറ്റ് വെച്ച് തന്നെ നമുക്ക് ചില സാറ്റലൈറ്റ്സ് നമുക്ക് ഓർമ്മിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോഞ്ച് വെഹിക്കിളും ഡേറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസും മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓക്കെ, സോ ലോഞ്ച് ഡേറ്റ് 17th February ആണ്. ലോഞ്ച് വെഹിക്കിൾ GSLV F-14 ആണ്. അപ്പോൾ ഈ ഇൻസാറ്റ് 3DSൻ്റെ യൂസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻസിനെ എൻഹാൻസ് ചെയ്ത് നമ്മൾ ലാൻഡ് ആൻഡ് ഓഷ്യൻ സർഫസിനെ മോണിറ്റർ ചെയ്ത് ഒരു ബെറ്റർ വെതർ ഫോർകാസ്റ്റിംഗ് നൽകുക എന്നുള്ളതാണ് ഈ ഇൻസാറ്റ് 3DS എന്ന് പറഞ്ഞ ഈ സാറ്റലൈറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ലക്ഷ്യം അഥവാ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലാൻഡ് ആൻഡ് ഓഷ്യൻ സർഫസിനെ മോണിറ്റർ ചെയ്ത ശേഷം ഒരു ബെറ്റർ ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസാസ്റ്റർ വാർണിംഗ് നൽകുക എന്നുള്ളതാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോസാറ്റിനെ കുറിച്ചാണ്. എക്സ്പോസാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ് എക്സ്പോസാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പേസ് ഒബ്സർവേറ്ററി ആണ്. ഓക്കെ, എന്താണ് സ്പേസ് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞാൽ? സ്പേസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്പേസിലുള്ള സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ കുറിച്ചും ഒക്കെ സ്റ്റഡി ചെയ്യാനും ഒബ്സർവ് ചെയ്യാനുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോഞ്ച് ഡേറ്റ് എന്നാണെന്ന് നോക്കാം. 2024 ന്യൂ ഇയറിനെന്നാണ് ഈ എക്സ്പോസാറ്റ് ലോഞ്ച് ചെയ്തത്. ഇത് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പോസാറ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിനാണ്. 2024 ന്യൂ ഇയറിനാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ PSLV C-58 ആണ്. അപ്പോൾ ഈ എക്സ്പോസാറ്റിൻ്റെ മെയിൻ എയിം അഥവാ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ ഇതൊക്കെ വരും, ബ്ലാക്ക് ഹോൾസ് വരും, ന്യൂട്രോൺ സ്റ്റാർസ് വരും. അപ്പോൾ ഈ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് ഒക്കെ കുറച്ച് എക്സ്റേസ് എമിറ്റ് ചെയ്യും, അഥവാ കോസ്മിക് എക്സ്റേസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ എക്സ്റേസിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന എക്സ്റേ എമിഷൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഫിസിക്സിൻ്റെ എക്സ്റേ പൊളാരിമെട്രി അഥവാ പോളറൈസേഷൻ എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോസ്മിക് റേസിനെ പഠിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ എക്സ്റേസിനെ കുറിച്ച് പഠിക്കുന്നത്? ഈ സെലസ്റ്റിയൽ സർഫസ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസിൽ നിന്ന് വരെ എക്സ്റേയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ എക്സ്റേസിനെ ഫോക്കസ് ചെയ്ത് ഈ എക്സ്പോസാറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ്പോസാറ്റ് കൊണ്ടുള്ള മറ്റൊരു മെയിൻ ഗുണം അല്ലെങ്കിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ നേടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്.
അടുത്ത മിഷൻ എന്ന് പറഞ്ഞാൽ ആദിത്യ L1 ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, കാരണം ഇത്രയും ഹൈപ്പോട് കൂടിയാണ് നമ്മുടെ ആദിത്യ L1 പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നെയിം സൂചിപ്പിക്കും പോലെ ആദിത്യ L1 എന്ന് പറയുന്നത് എന്തിലേക്കുള്ള മിഷനാണ്? സണ്ണിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ ലോഞ്ച് ചെയ്ത മിഷനാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് നോക്കാം നമുക്ക്. ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ September 2, 2023 ആദിത്യ L1 ലോഞ്ച് ചെയ്തത്. ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ PSLV C57 ആണ്. ഓക്കെ, നമ്മൾ എന്തിനാണ് സണ്ണിനെ കുറിച്ച് പഠിക്കുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ സോളാർ സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ കോർ എന്ന് പറയുന്നത് സണ്ണ് തന്നെയാണ് അല്ലേ. ആ സണ്ണുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എർത്തിലൊക്കെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ആ സണ്ണിനെ കുറിച്ച്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സണ്ണിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സണ്ണിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദിത്യ L1 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സണ്ണിൻ്റെ കൊറോണ എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയ കാര്യമല്ല. കൊറോണ എന്ന് പറയുന്ന എക്ലിപ്സ് സമയത്ത് മാത്രമാണ് വിസിബിൾ ആവുന്നത്. സോ ആ ഒരു കൊറോണയെ പറ്റിയും അതിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിനെ പറ്റിയും പഠിക്കാനായിട്ടാണ് ആദിത്യ L1 നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ആദിത്യ L1 സൂചിപ്പിക്കുന്നത് ലഗ്രാഞ്ചി പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ലഗ്രാഞ്ചി പോയിന്റ് എന്നുകൂടെ നോക്കാം. അതായത് നമ്മുടെ സ്പേസ് സയൻസ് അനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള 2 ഒബ്ജക്ട്സിന് ഇടയിൽ 5 ലഗ്രാഞ്ചി പോയിന്റ്സ് ഉണ്ടാവും. ഈ ലഗ്രാഞ്ചി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ, 2 ഒബ്ജക്ട്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയം ആകുന്ന പോയിന്റ് ആണ് L1 പോയിന്റ് അഥവാ ലഗ്രാഞ്ചി 1 പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സണ്ണ്, ഇതാണ് എർത്ത്. ഓക്കെ, ഇവർക്ക് ചുറ്റിലും ഒരു 5 ലഗ്രാഞ്ചി പോയിന്റ്സും കാണാൻ പറ്റുമല്ലോ. L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്, L4 ഉണ്ട്, L5 ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മുടെ ആദിത്യ L1 എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്? L1 എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ലഗ്രാഞ്ചി 1 പോയിന്റിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയത്തിൽ വരുന്നൊരു പോയിന്റാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആദിത്യ L1 സണ്ണിൻ്റെ ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടൊരു വ്യൂ കിട്ടാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സോളാർ റേഡിയേഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമല്ലോ ആദിത്യ L1. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ പെടും മുന്നേ തന്നെ നമുക്ക് ഈ സോളാർ റേഡിയേഷൻ ആക്സസ് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്യാനായിട്ട് ഈ ആദിത്യ L1 സാധിക്കുന്നു. നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്ന L2 പോയിന്റിലാണ്. അപ്പോൾ L2 പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കിട്ടും. മാത്രമല്ല നമ്മുടെ എർത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷനും ഈസി ആയിട്ടുള്ളൊരു പോയിന്റാണ് ഈ L2 പോയിന്റ് എന്ന് പറയുന്നത്. ജെയിംസ് വെബിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന L2ലാണ്, നമ്മുടെ ആദിത്യ L1 പ്ലേസ് ചെയ്തിരിക്കുന്നത് L1 ലഗ്രാഞ്ചി പോയിന്റിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദിത്യ L1 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അടുത്തത് ചന്ദ്രയാൻ 3 ആണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരു കഴിഞ്ഞ വർഷം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ, ഈ ചന്ദ്രയാൻ 3നെ. അതായത് നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. സോ ചന്ദ്രയാൻ 3 എന്താണ്? ലൂണാർ മിഷനാണ്. നമ്മുടെ മൂണിലേക്ക് ചെല്ലുന്ന മിഷനാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, ഇത് 3 ആണ്. 1 സക്സസ് ആയിരുന്നു. നമുക്ക് വാട്ടറിൻ്റെ പ്രസൻസും വാട്ടർ ഫോർമേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചന്ദ്രയാൻ 1 തന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രയാൻ 2 ഫെയിലർ ആയിരുന്നു. എത്തും മുന്നേ തന്നെ നമുക്ക് സിഗ്നൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഒരു ആൾമോസ്റ്റ് സക്സസ് ആയിരുന്നു അല്ലേ. അതായത് ചന്ദ്രയാൻ 3 സക്സസ് ആയതോടുകൂടി നമ്മുടെ മൂണിലേക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ കൺട്രി ആയിട്ട് ഇന്ത്യ മാറുകയും മൂണിൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രി ആയിട്ട് ഇന്ത്യ മാറുകയും ചെയ്തു. സോ ഇന്ത്യക്കൊരു അഭിമാന മുഹൂർത്തം സമ്മാനിച്ച ഒരു മിഷനായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ മിഷൻ തന്നെയായിരുന്നു ചന്ദ്രയാൻ 3. ഇനി നമുക്ക് ലോഞ്ച് വെഹിക്കിളും ലോഞ്ച് ഡേറ്റും നോക്കാം. ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. ഇനി ലോഞ്ച് വെഹിക്കിൾ LVM3 M4 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിലാണ് ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. അപ്പോൾ ചന്ദ്രയാൻ 3ന് മെയിൻലി 3 എയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് സേഫായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക, ലൂണാർ സർഫസിലേക്ക് സേഫായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ റോവറിനെ മൂവ് ചെയ്യിക്കുക, ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ മൂവ് ചെയ്യിക്കുക. മൂന്നാമത്തെ പറഞ്ഞാൽ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തുക, മൂണിൻ്റെ ഉപരിതലത്തിൽ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തുക. ഈ 3 ലക്ഷ്യങ്ങളായിരുന്നു ചന്ദ്രയാൻ 3ക്ക് ഉണ്ടായിരുന്നത്. ചന്ദ്രയാൻ 3
അവിടെ ഇൻസിറ്റു എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇൻഫർമേഷൻസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴേക്കും നമ്മളെ ലാൻഡറും റോവറും സ്ലീപ്പ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ വേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ISRO ടീം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രയാനിലുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് NVS-01 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് NVS-01 എന്ന് പറയുന്നത്. ഇതൊരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ എന്താണ് നാവിഗേഷൻ സാറ്റലൈറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാവിഗേഷൻ സാറ്റലൈറ്റിനെ കുറിച്ച് മുന്നേ? അപ്പോൾ നാവിഗേഷൻ സാറ്റലൈറ്റ് എന്താണെന്ന് പോകും മുന്നേ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് നോക്കാം നമുക്ക്. May 29, 2023 ഈ NVS-01 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. ഇത് ലോഞ്ച് വെഹിക്കിൾ GSLV F-12 ആണ്. ഇതെന്ന് പറഞ്ഞാൽ നാവിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നാവിക് സർവീസസിൽ വരുന്ന ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ്. സെക്കൻഡ് ജനറേഷനിലുള്ള ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ് NVS-01 എന്ന് പറയുന്നത്. എന്താണ് നാവിക് സർവീസസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, GPS എന്ന് കേട്ടിട്ടുണ്ടാവും, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതെന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? GPS എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള പൊസിഷനിങ് സിസ്റ്റമാണ്. അതായത് നമുക്ക് റിയൽ ടൈം നാവിഗേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് GPS. അപ്പോൾ ഈ GPS-ന് ബദലായിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സിസ്റ്റം അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റമാണ് IRNSS. അതായത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ IRNSS. IRNSS-ന് മറ്റൊരു പേരാണ് നാവിക് എന്ന് പറയുന്നത്. നാവിഗേഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ സർവീസസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പർപ്പസ്, ഈ നാവിഗേഷൻ പർപ്പസിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ നാവിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അയക്കുന്ന സെക്കൻഡ് ജനറേഷനിലുള്ള ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് NVS-01 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ അറൗണ്ട് 1500 കിലോമീറ്റർ അറൗണ്ട് ആയിട്ടുള്ള ഏരിയാസിൻ്റെ ആക്യുറേറ്റ് അല്ലെങ്കിൽ റിയൽ ടൈം നാവിഗേഷൻ പോസിബിൾ ആക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ IRNSS എന്ന് പറയുന്നത്. അപ്പോൾ ആ സീരീസിൽ അയച്ച ഒരു സാറ്റലൈറ്റ് ആണ് NVS-01 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജർ ലക്ഷ്യം അല്ലെങ്കിൽ മേജർ എയിം എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ, ഏരിയൽ ആൻഡ് മറൈൻ നാവിഗേഷൻ പോസിബിൾ ആക്കുക, മാത്രമല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് സഹായിക്കുക, മാത്രമല്ല വെഹിക്കിൾ ട്രാഫിക്കിംഗ് ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റിനും ഇത് സഹായിക്കും. കാരണം അത്രയും ആക്യുറേറ്റും റിയൽ ടൈമും ആയിട്ടാണ് നമുക്ക് ഈ നാവിഗേഷൻ പോസിബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത്, മാത്രമല്ല വെഹിക്കിൾ മാനേജ്മെൻറ്റ്, ഫ്ലീറ്റ് മാനേജ്മെൻറ്റിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് NVS-01 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ISROയുടെ 5 മിഷൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി മെയിൻസ് ആണ് നെക്സ്റ്റ് ഡേറ്റും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ LSTS ആയാലും SI മെയിൻസ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുന്ന എക്സാംസ് ആണ്. അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് ഞങ്ങൾ KS മെൻറ്റർ ജൂൺ 1 ഡിഗ്രി മെയിൻസിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.